അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാന്മാരായ ഔലിയാക്കളുടെയും അമ്പിയാക്കന്മാരുടെയും സ്വഹാബികളുടെയും ധീര വനിതകളുടെയും ഒക്കെ ചരിത്രങ്ങൾ പറയുന്ന നമ്മുടെ ഈ ചാനലിൽ കൂടി ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിസ്കാരത്തെ സംബന്ധിച്ചാണ്. അല്ലാഹു തആല നമ്മുടെ നിസ്കാരങ്ങളും മറ്റ് സൽക്കർമ്മങ്ങളുമൊക്കെ അതിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് തുടങ്ങാം. നാം പലരും നിസ്കാരമെന്ന് പറയുന്ന ആരാധനയെ നിസ്സാരമാക്കി കാണുന്ന അവസ്ഥയാണ് ഉള്ളത്. യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുക ഒരാൾ മുമ്പിൽ വന്നുകൊണ്ട് ചിരിപ്പിച്ചാൽ അവൻ അത് യഥാർത്ഥത്തിൽ കാണരുത്, ശ്രദ്ധിക്കരുത്, കാണില്ല. പക്ഷെ നമ്മുടെ മുമ്പിലേക്ക് ഒരാൾ വന്നു നിന്നാൽ മതി, നാം നിസ്കാരത്തിൽ ഒരുപക്ഷെ ചിരിച്ചേക്കാം. നമ്മുടെ മുമ്പിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചാൽ ഒരുപക്ഷെ നാം കൈയളക്കിയേക്കാം. ഈ രൂപത്തിൽ നമ്മുടെ നിസ്കാരത്തിൽ ഭക്തി എന്ന് പറയുന്ന സാധനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മഹാന്മാരായ സ്വഹാബികൾ, അതുപോലെ തന്നെ അമ്പിയാക്കന്മാർ, ഇവരൊക്കെ നിസ്കരിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിച്ചാലും അവർക്ക് അറിയാറുണ്ടായിരുന്നില്ല. അതിനോടനുബന്ധിച്ച് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് പറഞ്ഞു നോക്കാം. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്ന സമയത്ത് അവിടുത്തെ ഭക്തി കാരണം സുജൂദ് ദീർഘിപ്പിച്ച് ചെയ്യുന്ന ഒരാളായിരുന്നു. സുജൂദിൻ്റെ ദൈർഘ്യം കാരണം മഹാനവറുകളുടെ പുറത്ത് വന്ന് കുരുവികൾ പോലും ഇരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ വീട്ടിൻ്റെ മച്ചിൽ നിന്ന് ഒരു പാമ്പ് താഴേക്ക് വീഴുകയും ആ പാമ്പ് തൻ്റെ മകനെ വയറ്റിൽ ചുറ്റുകയും ചെയ്തു. വീട്ടുകാരട്ടഹസിച്ചു. എല്ലാവരും വല്ലാതെ വെപ്രാളത്തിലായി. അവസാനം അവർ പാമ്പിനെ തച്ചു കൊന്നു. മകനെ ആ പാമ്പിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുത്തു. ഇതൊക്കെ നടന്നെങ്കിലും നിസ്കാരത്തിലായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിയുന്നത് വരെ ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നതാണ് ചരിത്രം. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു ഭക്തി എത്രയുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം. നാമും നിസ്കരിക്കുന്നവരാണ്. നമ്മുടെ നിസ്കാരത്തിൽ നമ്മുടെ ഭക്തി എത്രയാണെന്ന് ഒന്ന് തുലനം ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇങ്ങനെ എത്രയോ മഹാന്മാർ, അവരൊക്കെയും വളരെ അധികം ഭക്തിയോടുകൂടിയാണ് നിസ്കരിക്കാറുണ്ടായിരുന്നത്. അതിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണാം, ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് ബിൻ ഇസ്മാഇലുൽ ബുഖാരി റളിയല്ലാഹു അൻഹു. ഇസ്മാഇലുൽ ബുഖാരി റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു കൊണ്ടിരിക്കെ പല പ്രാവശ്യം അദ്ദേഹത്തെ കടന്നൽ കുത്തി. മഹാനവറുകൾ
അത് ഗൗനിക്കാതെ നിസ്കരിച്ചു കൊണ്ടേയിരുന്നു. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നിസ്കാരത്തിൽ നമ്മുടെ ശരീരത്ത് ഒരു കൊതു വന്നിരുന്നാൽ നമ്മുടെ അവസ്ഥ എന്താണ്? 3 വട്ടം അനങ്ങിയാൽ നിസ്കാരം ബാത്തിലാകുമെന്ന് പറഞ്ഞ നമ്മൾ എത്ര വട്ടം അവിടെ അനങ്ങും? ഇതൊന്ന് നാം ചിന്തിക്കുക. ബഹുമാനപ്പെട്ട ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ കടന്നൽ കുത്തിയിട്ട് മഹാനവറുകൾ അതൊന്നും ഗൗനിക്കാതെ നിസ്കാരത്തിൽ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ ശേഷം അവിടെയുള്ളവരോട് പറഞ്ഞു, എന്നെ നിസ്കാരത്തിൽ എന്തോ ഒരു സാധനം വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, അതെന്താണെന്നൊന്ന് നോക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ളവർ അത് നോക്കുമ്പോൾ മഹാനവറുകളുടെ ശരീരത്തിൽ 17 സ്ഥലത്ത് കടന്നൽ കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർ ചോദിച്ചു, അല്ലയോ മഹാനവറുകളെ, അങ്ങെന്തുകൊണ്ട് നിസ്കാരത്തിൽ നിന്ന് ആദ്യത്തെ കുത്ത് ഏറ്റ ഉടനെ തന്നെ കൈയളക്കാതിരുന്നത്, നിസ്കാരത്തിൽ നിന്ന് പുറത്ത് വരാതിരുന്നത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞത്, ഞാൻ ആ സമയത്ത് സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ അത് പൂർത്തിയാക്കലിനെയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നിസ്കാരത്തിലുള്ള ഭക്തിയാണത്. മഹാന്മാരൊക്കെ നിസ്കരിച്ചിരുന്നത് ആ രൂപത്തിലായിരുന്നു. നാം എന്താണ് നമ്മുടെ നിസ്കാരത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് പോലും അറിയാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ. അല്ലാഹു തആല മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ നിസ്കാരങ്ങൾ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നല്ല ഭക്തിയോടുകൂടിയുള്ള നിസ്കാരം നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. നിസ്കാരം കാരണം രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെയും ബന്ധുക്കളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.